I love you so much. ചായയാണോ കോഫിയാണോ? കോഫി മതി. മിസ്റ്റർ ഉദിത്തിന് എന്താ വേണ്ടത്? എനിക്ക് ചായ മതി. ഓക്കെ. ബാബുചേട്ടാ 2 കോഫിയും ഒരു ചായയും വേഗം കൊണ്ടുവരണേ. ശരി, പറഞ്ഞോളൂ. എന്താ പ്രശ്നം? ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ടേ? മാഡം, ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും നോക്ക്, പോലീസ്, ഡോക്ടർ, ലോയർ 3 പേരോടും കള്ളം പറയാൻ പാടില്ല. സത്യം പറയുന്നതിൽ ഒരു മോശവും വിചാരിക്കേണ്ട കാര്യമില്ല. ശരി, പറഞ്ഞോളൂ. ഐ എം എ പ്രൊഫഷണൽ ലോയർ. എനിക്ക് ഡിവോഴ്സ് വേണം. മിസ് പ്രീതി, നിങ്ങൾക്കോ? എനിക്ക് ഡിവോഴ്സ് വേണ്ട. ടേസ്റ്റ് ചെയ്തോളൂ, എന്നിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. എന്തുപറ്റി? ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ദേ നോക്കൂ, ജീവിതം ഇങ്ങനെ തന്നെയാ. ചില സമയത്ത് ചായയ്ക്ക് പകരം കോഫി ആയിരിക്കും ലഭിക്കുന്നത്, കോഫിക്ക് പകരം ചായയും. നിങ്ങളാണ് സ്വയം തീരുമാനിക്കേണ്ടത് ചായയാണോ കോഫിയാണോ കുടിക്കേണ്ടതെന്ന്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഈ ചായയും കോഫിയും അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചില്ലേ? അതിലൂടെ ഞാൻ കണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നാണ്. അത് അഡ്ജസ്റ്റ് ആകുന്നില്ലെങ്കിലോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഡിവോഴ്സ് തരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കൗൺസിലിംഗ് തരാനാ പോകുന്നത്. ഈ ബന്ധം സംരക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ കഴിഞ്ഞാൽ നല്ലതല്ലേ? അപ്പൊ നമുക്ക് കാണാം. താങ്ക് യു. താങ്ക് യു. കേസ് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. കേസിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആ ഉദിത്ത. എന്തുപറ്റി? ഇതുവരെ ഉറങ്ങിയില്ലേ? I love you so much. സോറി, ഇന്നെനിക്ക് പറ്റില്ല. ഏതൊരു പെണ്ണിന്റെയും ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കിട്ടുകയെന്ന് പറഞ്ഞത്. ജീവിതം തന്നെ സുന്ദരായി മാറും. ഒപ്പം ജീവിക്കുക, എപ്പോഴും കൂടെ ഉണ്ടാവുക. ഈ ഉദിത്തിന്
എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജെന്യുവിനായിട്ട് ഒരാൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ തോന്നുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ എല്ലാം ശരിയാവും. അങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാ ഉദിത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു അവസരം കിട്ടും. ശരിക്കും അവനെ ഡിസേർവ് ചെയ്യുന്നത് ഞാനാ. ഈ ഡിവോഴ്സിന്റെ ആവശ്യം എന്താ? എൻ്റെ ഫിസിക്കൽ നീഡ്സ് ഒന്നും പൂർത്തിയാവുന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനിടയിൽ 7-8 തവണ മാത്രമേ റിലേഷൻ ഉണ്ടായിട്ടുള്ളൂ. അതത്ര ഹെൽത്തി ആണെന്ന് തോന്നുന്നില്ല. ശരി, പിന്നെ ഞങ്ങളുടെ പേരൻസ് കൊച്ചുമക്കളെ ചോദിക്കുന്നുണ്ട്, എനിക്കും വേണം കുട്ടികളൊക്കെ. പക്ഷെ ഇപ്പോൾ പ്രീതി അതിനൊരു അവസരം തന്നില്ലെങ്കിൽ എങ്ങനെയാണ്? ഈ സാഹചര്യങ്ങളൊക്കെ എന്തെങ്കിലും മാറുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരിക്കലുമില്ല. ഞാൻ പ്രീതിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹവും സെക്സും രണ്ടും രണ്ടാ. ഫിസിക്കൽ നീഡ്സ് പൂർത്തിയായില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും തടയുന്നുണ്ടെങ്കിൽ അതൊരു മെന്റൽ ക്രൂവൽറ്റിയാ. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഞാൻ ആഗ്രഹിക്കുന്നത് പ്രീതി ഞാനും എല്ലാ തരത്തിലും പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയായി ജീവിക്കുമെന്നാണ്. ടു ബി ഓണസ്റ്റ്, യു ഡിസേർവ് ബെറ്റർ. യു ആർ എ ജെന്റിൽമാൻ. കുറച്ചു സമയത്തേക്ക് എന്നെ പ്രീതിയായി കണ്ടോളൂ. എന്നിട്ട് എനിക്ക് പറഞ്ഞതാ നിനക്കിത് എത്രമാത്രം വേണോന്ന്. അതെ, ദാ കോഫി. നിന്റെ പ്രണയമാണോ വെറുപ്പാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട്. എന്നൊന്ന് വെറുതെ വിട്ടേക്ക് പ്ലീസ്. കോഫി ഒറ്റയ്ക്കങ്ങ് കുടിച്ചാൽ മതി. ബാബുചേട്ടാ, ഒരു കോഫി. കോഫിയല്ല, ചായ. ഒരു ചായ മതി. ഗുഡ്. ചെറിയ കോംപ്രമൈസ് ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ബന്ധം ദിവസം കഴിയുന്തോറും ഇല്ലാണ്ടാവുക. ഉദിത്തുമായിട്ട് എന്താ ഫിസിക്കൽ റിലേഷൻ ഓക്കെ അല്ലാത്തത്? പുറത്ത് മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല മാം, ഇതെന്തൊക്കെയായി പറയുന്നേ? കാരണം മാക്സിമം കേസുകളും ഇങ്ങനെ തന്നെയാ. എല്ലാവർക്കും പുറത്തൊരു അവിഹിതം ഉണ്ടാവും. അതുകൊണ്ട് പാർട്ട്ണറുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഉണ്ടാവില്ല. എനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഉദിത്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആദ്യത്തെ സമയത്ത് ബോഡിയുടെ ഇൻസെക്യൂരിറ്റി കാരണമാണ് ഞാൻ. മാം, എനിക്ക് ഡിവോഴ്സ് വേണ്ട. പ്ലീസ്, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം പ്ലീസ്. ഇത് കുടിക്ക്, ഈ വെള്ളം കുടിക്ക്, എന്നിട്ട് സമാധാനിക്ക്. നോക്ക് പ്രീതി, ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദിത്തിന് തിരിച്ചു കിട്ടില്ല. ഈ ബന്ധം കൂട്ടിമുട്ടിക്കാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാ. നിങ്ങൾ ബൗണ്ടറീസ് ക്രോസ് ചെയ്യേണ്ടതായി വരും. മാത്രമല്ല, സ്വന്തം ഇൻസെക്യൂരിറ്റീസ് മാറ്റിവെച്ച് മുന്നോട്ട് പോയേണ്ടി വരും.
നോക്ക് പ്രീതി, ഞാൻ എന്തായാലും ശ്രമിക്കാം നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ മാം, താങ്ക് യു. ഞാൻ പോയിട്ട് വരാം. നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ ഇതിനൊക്കെ മുതിരുന്നത്? ഞാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്താ പറ്റിയെന്നറിയില്ല. ഞാൻ നിന്നെ എങ്ങനെ സന്തോഷിപ്പിക്കേണ്ടത്? വിഷമിക്കണ്ട, സമാധാനായിട്ടിരിക്കും. പിന്നെ നീ ഇതുപോലെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെന്തായാലും ഡിവോഴ്സ് ആവാൻ പോവല്ലേ. വിട്ടുകളാ, കിടന്നുറങ്ങാൻ നോക്ക്. നീ എത്തിയോ? എത്ര നേരം നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കൗൺസിലിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? പ്രീതിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? പഴയതുപോലെയൊക്കെ തന്നെ, കൂടുതൽ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ? ഉറങ്ങുന്നവനെ വിളിച്ചെണപ്പിച്ചിട്ട് കഴിക്കാനൊന്നുമില്ലാന്ന് പറയും. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ. എന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? നീ നിയമവും പ്രണയവും അരച്ചുകളിക്ക് കുടിച്ചവളല്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടേ? ഡിവോഴ്സ് ആണോ അതോ ഡിസ്ട്രാക്ഷനോ? രണ്ടും. ശരി, കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താ പോരെ? അത് കഴിഞ്ഞാൽ നീ എന്റേത് മാത്രമാവില്ലേ? നിനക്ക് ഡിവോഴ്സ് വാങ്ങിത്തരേണ്ട ഉത്തരവാദിത്വം എനിക്കാ. ലോയറാ ഞാൻ എന്തെങ്കിലും ഒരു പോയിന്റ് ക്യാച്ച് ചെയ്തോളാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, എന്നും നീ എൻ്റെ ഒപ്പം ആയിരിക്കുമെന്ന്, എൻ്റെ ഒപ്പം തന്നെ ആയിരിക്കുമെന്ന്. ഞാൻ നിനക്ക് വാക്ക് തരുവാണ്, ഞാൻ എന്നും നിന്റേത് മാത്രമായിരിക്കും. നിങ്ങളെന്തായാലും കോഫി ഉപേക്ഷിച്ച് ചായയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലോ. അതുപോലെ റിലേഷൻഷിപ്പിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ സ്വയം വിചാരിക്കണം. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ ഓരോ തവണ ശ്രമിക്കുമ്പോഴും എന്നെക്കൊണ്ട് കഴിയുന്നില്ല. മാത്രമല്ല, എന്നെക്കൊണ്ട് സ്വയം നിയന്ത്രിക്കാനും കഴിയുന്നില്ല. സ്കൂൾ കോളേജ് ടൈമിൽ എന്തെങ്കിലും സംഭവിച്ചോ? ട്രോമ എന്തെങ്കിലും? ഞാൻ പണ്ട് മുതൽ ഒറ്റയ്ക്കായിരുന്നു. എന്നെ ആരും ഒരിക്കലും നോട്ടീസ് ചെയ്തിട്ടില്ല. എല്ലാ ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ മാത്രം ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ എപ്പോഴും വീട് വിട്ട കോളേജ്, കോളേജ് വിട്ട വീട്, എപ്പോഴും പഠനം മാത്രമായിരുന്നു. പിന്നെ പഠനം കഴിഞ്ഞപ്പോൾ കല്യാണം. പ്രീതി, ഒരു കാര്യം അറിയോ? ഇത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നിനക്ക് ഓരോ അവസരവും ലഭിച്ചിട്ടില്ല. നിന്റെ കൗൺസിലറായ ഞാനായി പറയുന്നത്. ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല. നീ നിന്റെ വഴിക്ക് പോകുന്നതാ നല്ലത്. ഉദിത്ത് നിനക്കുള്ളതല്ല. നിനക്കെന്ത് തോന്നുന്നു? ഉദിത്തില്ലെങ്കിലും നിനക്ക് ലൈഫിൽ മറ്റാരെങ്കിലും കിട്ടും. നിന്നെ മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കുന്ന ഒരാള്. വേണ്ട, എനിക്ക് ഉദിത്തിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ഉദിത്തിന്റെ ഭാഗത്താണല്ലോ ന്യായം. അതുകൊണ്ടെന്തായാലും ഉദിത്ത് വിചാരിക്കുന്നത് തന്നെ നടക്കും. ഉദിത്ത് ഇനിയും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഡിവോഴ്സ് ആണ് ഒരേ ഒരു സൊല്യൂഷൻ. വേണ്ട, ഉദിത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ സ്വയം എന്റെ ഭയത്തിനോട് പോരാടും. എന്നാൽ ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്. പഴയതുപോലെ ഫെയിൽ ആവുക തന്നെ ചെയ്യും. ഇത്തവണ നീ എന്തായാലും ഉദിത്തിനെ വെറുതെ വിട്ടേ പറ്റൂ. അതാണ് ശരി. നിങ്ങൾക്ക് എന്തായാലും ഡിവോഴ്സ് കിട്ടും. വേണ്ട, ഞാൻ ഉദിത്തിന് വേണ്ടി എന്ത് ചെയ്യും? പ്ലീസ് പ്ലീസ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. എനിക്കിത് മാത്രമേ പറയാൻ കഴിയൂ. ഓക്കെ, ഞാനെന്നാ പോയിട്ട് വരാം. നിന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ കീസ് ഇതാ. ഡിവോഴ്സ് പേപ്പേഴ്സ്.
സോ സോറി. ഐ ലവ് യു. നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവില്ല. രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിമിഷം. ഇതിനി നിനക്ക് എന്നും ഉണ്ടാവും. സത്യമാണോ? ഉം. ഉറപ്പല്ലേ? ഇതെന്റെ വാക്കാ. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ഭ്രാന്തമായ പ്രണയമായിരിക്കും. നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എന്താ കുടിക്കാൻ വേണ്ടത്? കോഫി. മാഡം നിങ്ങൾക്കോ? ചായ. ആ, എനിക്കും ചായ തന്നെ മതി. അപ്പൊ വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മാറിപ്പോയല്ലോ. അത് വളരെ നല്ലൊരു കാര്യ. അത് സത്യമാണ്. അല്ല, ഇപ്പൊ എന്തിനാ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്? ഞാൻ ഉദിത്തിന് മാത്രമാണല്ലോ വിളിച്ചത്. പിന്നെന്തിനാ പ്രീതിയും വിളിച്ചോണ്ട് വന്നത്? മിസ് പ്രീതി, ഒരു 5 മിനിറ്റ് പുറത്തു നിൽക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താവിനോട് എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. ആ, ഓക്കെ മാഡം. ദേ നോക്ക്, ഞാൻ പ്രാക്ടീസിംഗ് ലോയറാ. ഇതുപോലെ ഒരുപാട് കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതാ. പ്ലീസ് ഒന്ന് സഹകരിക്കണം. ദേ നോക്ക്, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ദാറ്റ്സ് എനഫ്. താങ്ക് യു ഫോർ എവറിത്തിങ്. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം. അവളേക്കാൾ നിന്നെ സ്നേഹിച്ചത് ഞാനല്ലേ? മറന്നുപോയോ? ഞാൻ അതെല്ലാം മറന്നു കളഞ്ഞു. പ്ലീസ്, നിങ്ങൾ മറക്കണം. ഇനിയും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാൻ നോക്കരുത്. ഐ ഹാവ് സം റെസ്പെക്ട് ഫോർ യു, സോ ഡോണ്ട് ലൂസ് ഇറ്റ്. പ്രീതി, ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്റൻഷ്യലി അല്ല. ഞാനിനി ഒരിക്കലും നിന്നെ വഞ്ചിക്കില്ല. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ഉദിത്. ഇനി ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല പ്രീതി. നിനക്ക് ഇനി എത്ര സ്നേഹമാണോ വേണ്ടത് അത് ഞാൻ തരും. പക്ഷെ നിന്നെ മറ്റൊരു പെണ്ണിനെ ഷെയർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിനി നീ അല്ലാതെ വേറെ ഒരാളുടെ ആവശ്യമില്ല. ഞാൻ ആ ഡിവോഴ്സ് കേസ് പിൻവലിക്കാൻ പോവാ. ഐ എം സോറി. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇനി എനിക്ക് ഡിവോഴ്സ് വേണ്ട. ഞാനും പ്രീതിയും ഇനി ഒരുമിച്ചാണ് ജീവിക്കാൻ പോകുന്നത്. നീ ഒരുപാട് മാറിപ്പോയി. കാരണം ഞാനും പ്രീതിയായിട്ടുള്ള ബന്ധം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ക്രെഡിറ്റ് എനിക്കല്ലേ കിട്ടേണ്ടത്? താങ്ക് യു സോ മച്ച്. നന്നായി ചിന്തിക്ക്. പ്രീതി എപ്പോ വേണമെങ്കിലും മാറാം. ഇനി അങ്ങനെ എന്തെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിച്ചാ നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ടാവില്ല. ഞാൻ ചിന്തിച്ചു, എനിക്ക് പ്രീതി മാത്രം മതി. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് നീ അറിയാവേണ്ട ആവശ്യമില്ല. പിന്നെന്തിന് എന്റെ അടുത്ത് വന്നത്? 2 വർഷം നിനക്ക് കിട്ടാത്ത സ്നേഹം തന്നത് ഞാനാണെന്ന് മറക്കണ്ട. വളരെ കുറച്ച് ദിവസങ്ങൾക്കകം ഞാൻ അത് നിനക്ക് തന്നു. ഈ ഡിവോഴ്സ് നിനക്കൊരു സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യമോ? അതെനിക്ക് വേണ്ട. ഈ കേസ് നിങ്ങൾ ക്ലോസ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. എനിക്കൊന്ന് കാണണം നിങ്ങൾ എങ്ങനെ ഒന്നിച്ചു ജീവിക്കുമെന്ന്.
നിങ്ങൾ എന്തിനാണ് എന്നോട് ഇവിടേക്ക് ഒറ്റയ്ക്ക് വരാനായിട്ട് പറഞ്ഞു? ചില ഡോക്യുമെന്റ്സിൽ സൈൻ വേണമായിരുന്നു. ശരി, വേഗം പറഞ്ഞു. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ പുറത്തേക്ക് പോകണം. ആ പൊയ്ക്കോളൂ. പക്ഷേ ഈ ചായയുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറ. വളരെ നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടാവും. അത് നിനക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. താങ്ക് യു. വേഗം പറയാ, ഞാൻ എവിടെയാ ഒപ്പിടേണ്ടെന്ന്. നോക്കു പ്രീതി, ഒരു കാര്യം അറിയോ? നിന്റെ ഭർത്താവിന് ഒരു അഫയർ ഉണ്ട്, ഈ ഞാനുമായിട്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതില് എൻ്റെ ഭർത്താവിന്റെ യാതൊരു തെറ്റുമില്ല. നീ നിന്റെ കെണിയിൽ അദ്ദേഹത്തെ വീഴ്ത്തിയതാ. കെണിയിൽ വീഴ്ത്തിയതാണെന്നോ? തെറ്റ് മുഴുവൻ എന്റേതാണെന്നല്ലേ? എന്നാൽ ആ തെറ്റ് ഞാൻ തന്നെ തിരുത്തണമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ സൈൻ ചെയ്യണോ അതോ പോണോ? നിനക്ക് പോകണമെന്നുണ്ടോ? പൊയ്ക്കോ. നീ ഇവിടുന്ന് ജീവനോടെ പുറത്തേക്ക് പോ. നിനക്കൊരു കാര്യം അറിയോ? നീ ഇപ്പൊ ഒരു ചായ കുടിച്ചില്ലേ? അതില് ഞാൻ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ പോയ്സൺ സ്പെഷ്യൽ പേഴ്സണായി നിനക്കായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ലോകത്തുള്ള ഒരു മരുന്നിനും നിന്നെ ഇനി രക്ഷിക്കാനാവില്ല. നിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ആർക്കും ഒന്നും മനസ്സിലാവേയില്ല നീ പോയിസൺ കഴിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നീ എന്നേക്കുമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകാൻ പോവുകയാ. ഉദിത്, ഉദിത്.